ശ്രീ ബാഹുലേയനോട് ഞാൻ ഈ ചോദിച്ച കാര്യം തന്നെ അതുതന്നെ ശരിയല്ലാത്ത കാര്യമല്ലേ അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ പറഞ്ഞത്? ആവർത്തിച്ച ആ പെൺകുട്ടി ചോദ്യം ചോദിക്കുമ്പോൾ അല്ല ആ ബാങ്ക് ഞങ്ങളുടെ അല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പ്രസിഡന്റ് നോക്കൂ, അദ്ദേഹം ആത്മഹത്യക്കുറിപ്പിൽ ആദ്യ വരിയിൽ എഴുതി വെക്കുന്ന അങ്ങനെയാണ്, എന്നെ ഏൽപ്പിച്ച നാൾ മുതൽ. ശ്രീ ബാഹുലേയൻ, എന്താണ് അതിൻ്റെ അർത്ഥം? അത് BJP എന്നെ ഏൽപ്പിച്ചത്. അത് മാത്രമല്ല, എൻ്റെ പ്രിയ സുഹൃത്ത്, ദീർഘകാലമായ സുഹൃത്താണ് ജേക്കബ് ജോർജ്. അദ്ദേഹം പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ, കേരളം വളരെ ലോക നിലവാരത്തിലുള്ള മാധ്യമ പ്രവർത്തനം ഉള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷേ കേരളീയൻ സാങ്കേതികമായി മാത്രമാണ് ഈ പറയുന്ന ആൾ. ഈ രാജീവ് വെറും സാങ്കേതികമായ മലയാളം പോലും അദ്ദേഹത്തിന് നേരെ അറിയില്ലല്ലോ. മലയാളത്തിൻ്റെ സംസ്കാരം അറിയില്ലല്ലോ. കേരളം എന്താണെന്നറിയില്ലല്ലോ. അദ്ദേഹം വിചാരിച്ചു വച്ചിരിക്കുന്നത് ഈ വടക്കേ ഇന്ത്യ പോലെ എന്ത് തോന്നിയവാസം ആരെയും പറയാം. കാരണം അവിടെയെല്ലാം മാടമ്പിത്തനമാണല്ലോ. അത് കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. രാജീവിന് തെറ്റി. ജേക്കബ് ജോർജ് പറഞ്ഞത് വളരെ വളരെ കറക്റ്റാണ്. യാതൊരു മര്യാദയില്ലാതെ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു മാന്യത രാജീവിനുണ്ടാവും എന്ന് നമ്മളെല്ലാം തരുത്. പക്ഷെ ഞാനൊരിക്കൽ പറഞ്ഞു, ഈ മുതലാളി പരാജയമായിരിക്കും. കേരളത്തിന് തന്നെ ഒരു ശാപം ഉണ്ടാക്കും. പറഞ്ഞിരുന്നു ബാഹുലേയൻ. അത് ആരോടാണ് പറഞ്ഞത്? കാരണം പണി പാളും എന്നെനിക്കറിയാം. ഞാനൊരു പോസ്റ്റ് ഇട്ടതാണ്. അതായത് BJP ലീഡർഷിപ്പിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെയാണോ? നിൽക്കുമ്പോൾ തന്നെയാണ് അങ്ങനെ പോസ്റ്റ് ഇട്ടിരുന്നു. അങ്ങനെ ഒരു തോന്നൽ വരാൻ കാര്യം കാരണം മോദി അമിത്ഷാ കേന്ദ്രത്തിൽ നിന്ന് വലിയ പദ്ധതികളോടെ ഇവിടേക്ക് കൊണ്ടുവന്ന ആളല്ലേ. അങ്ങനെ ഒരാളെ കുറിച്ച് BJP ദേശീയ കൗൺസിലും മറ്റും ഇരിക്കുന്ന ഒരാൾ, അതിൻ്റെ ഇവിടുത്തെ മൈനോറിറ്റി മോർച്ച, ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിലൊക്കെ ഇരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ തോന്നണമെങ്കിൽ, അതും പരസ്യമായി പറയണമെങ്കിൽ? ഞാനൊരിക്കലും ന്യൂനപക്ഷ മോർച്ചയിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല. അതൊരു വർഗീയ മോർച്ചയാണ്. ഞാൻ വർഗ ബഹുജന സംഘടനയിൽ പ്രവർത്തിച്ച് ശീലമുള്ളവനാണ്. അങ്ങനെ പറയാൻ കാരണം, ചുരുങ്ങിയ കാലം ഞാൻ അവിടെ ഇലക്ഷൻ വർക്കിന് പോയി തിരുവനന്തപുരത്ത്. അങ്ങനെയുള്ള രീതികളെല്ലാം ഒരു മുതലാളി രീതിയാണ്. മുതലാളി രീതി കേരളത്തിൽ ചിലവാകുമോ? ഇവിടെ നമ്മൾ കണ്ട മുതലാളി നമ്മളെ യൂസഫ് അലി സാഹിബ്, അങ്ങനെയുള്ള വളരെ മാന്യമായ മനുഷ്യ സ്നേഹപരമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ കണ്ടു വളരുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള ഈ ഒരു മുതലാളി ഈ തരത്തിൽ മുതലാളിത്ത മനോഭാവമുള്ളൊരു നേതാവ് ഒരു പാർട്ടിക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴേ എനിക്കറിയാം ഇതൊരു ലോക പരാജയമായിരിക്കുമെന്ന്. അതിപ്പോൾ കാണിച്ചില്ലേ? എന്തിനാണ് ഈ ദേഷ്യപ്പെട്ടതെന്ന് മനസ്സിലായില്ലേ? ജേക്കബ് ജോർജ് കറക്റ്റായിട്ട് വിലയിരുത്തി പറഞ്ഞു, അത് കുറ്റബോധത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു വികാരമാണ്. വല്ലാത്ത കുറ്റബോധം. കാരണം സഹായിക്കാൻ സാധിച്ചില്ല, ഒരു നല്ല വാക്ക് പറയാൻ സാധിച്ചില്ല ആ പാവത്തിനോട്. നേരത്തെ കൗൺസിലർ പറഞ്ഞ പോലെ ആത്മാഭിമാനം അദ്ദേഹത്തിനുണ്ട്. ആത്മാഭിമാനം ഉള്ളതുകൊണ്ട് അദ്ദേഹം ചോദിച്ചില്ല എന്ന് വിചാരിച്ച് കൊടുക്കാതിരിക്കാമോ? ഫണ്ടുള്ള പാർട്ടിയല്ലേ, എന്തുമാത്രം ഫണ്ടുള്ള പാർട്ടിയാണ്. നമുക്ക് കണ്ടിട്ടില്ലേ, കോടിക്കണക്കിന് രൂപ ഇലക്ഷനിൽ ഇങ്ങനെ ഒഴുക്കുന്ന പാർട്ടിയല്ലേ. എന്തുകൊണ്ട് സഹായിച്ചില്ല? ഈ ഒരു ജീവൻ രക്ഷപ്പെടുത്തേണ്ടതായിരുന്നില്ലേ? എന്ത് ദുഃഖമാണെന്ന് കേരളം മുഴുവൻ കരയുകയല്ലേ. ഓക്കെ.